ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. PM കിസാൻ സമ്മാൻ നിധിയുടെ 17ാം ഗഡുവിന്റെ ഭാഗമായി 20,000 കോടിയിലധികം രൂപ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. വാരാണസിയിൽ നടക്കുന്ന ചടങ്ങിൽ 9,26 ലക്ഷത്തോളം കർഷകർക്ക് തുക കൈമാറും. സ്വയം സഹായ സംഘങ്ങളിലെ 30,000 വനിതാ കർഷകർക്ക് കൃഷിസഖികൾക്കുള്ള സാക്ഷ്യപത്രവും പ്രധാനമന്ത്രി വിതരണം ചെയ്യും. ഗഡു വിതരണ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കോട്ടയം കുമരകത്തെ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി ഉത്തർപ്രദേശും ബീഹാറും സന്ദർശിക്കും. നാളെ വൈകിട്ട് ശ്രീ നരേന്ദ്രമോദി ദശാശ്വമേധ് ഘട്ടിൽ ഗംഗാ ആരതിയിൽ പങ്കെടുക്കും. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തും. മറ്റന്നാൾ നളന്ദ സർവകലാശാലയുടെ രാജഗിരിയിലുള്ള ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യും. പശ്ചിമ ബംഗാളിലെ സിലിഗുഡി സബ് ഡിവിഷന് കീഴിലുള്ള രംഗപാണി സ്റ്റേഷന് സമീപം ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണസംഖ്യ 9 60ഓളം പേർക്ക് പരിക്കേറ്റു. കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ പിൻഭാഗത്തേക്ക് ചരക്ക് തീവണ്ടി ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. രാവിലെ 9:30ഓടെയായിരുന്നു സംഭവം. പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സന്ദർശിച്ചു. അപകടത്തെക്കുറിച്ച് റെയിൽ സേഫ്റ്റി കമ്മീഷണർ അന്വേഷിക്കുമെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പശ്ചിമ ബംഗാൾ ട്രെയിൻ അപകടത്തിൽ റെയിൽവേ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപയും ഗുരുതര പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയും നിസാര പരിക്കുള്ളവർക്ക് 50,000 രൂപയും നഷ്ടപരിഹാരം നൽകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇതിനു പുറമെ പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ വിജയിച്ച രാഹുൽ ഗാന്ധി വയനാട് MP സ്ഥാനം രാജിവെച്ച് റായ്ബറേലിയിൽ തുടരും. ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും. രാഹുൽ ഗാന്ധി ഏത് ലോക്സഭാ മണ്ഡലം നിലനിർത്തണമെന്ന് തീരുമാനിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ മേഖലകളിലെ പുരോഗതി, പ്രത്യേകിച്ച് അർദ്ധചാലകങ്ങൾ, നിർമ്മിത ബുദ്ധി, ടെലികോം, പ്രതിരോധം, ബഹിരാകാശം തുടങ്ങി ICETയുടെ കീഴിലുള്ള പുരോഗതി സള്ളിവൻ പ്രധാനമന്ത്രിയെ അറിയിച്ചു. ഇന്ത്യ-US തന്ത്രപരമായ പങ്കാളിത്തം ശക്തമായി തുടരുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഈ മാസം തന്നെ ട്രയൽ റൺ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. തുറമുഖം പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഏതാനും അനുമതികൾ കൂടി ലഭിക്കാനുണ്ടെങ്കിലും ആദ്യഘട്ടത്തിനാവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. കസ്റ്റംസ് അംഗീകാരം ലഭിച്ചതോടെ തുറമുഖത്തിലൂടെയുള്ള ചരക്കു നീക്കവും നിയമവിധേയമായി. വലിയ മദർഷിപ്പുകൾക്ക് എത്താൻ കഴിയുന്ന രാജ്യത്തെ ഒരേയൊരു തുറമുഖമാണ് വിഴിഞ്ഞം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ 10ാം പതിപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഭദ്രാസനത്തിന്റെ വീഡിയോ ക്ലിപ്പ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ഭദ്രാസനം സന്ധികളെ ശക്തിപ്പെടുത്തുന്നതിനും കാൽമുട്ടിലെ വേദന കുറയ്ക്കുന്നതിനും നല്ലതാണെന്നും പ്രധാനമന്ത്രി കുറിച്ചു. പുതിയ മദ്യനയത്തിൽ എൻഫോഴ്സ്മെന്റ് വിഭാഗം ശക്തിപ്പെടുത്താനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും മുൻഗണന നൽകുമെന്ന് മന്ത്രി MB രാജേഷ്. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പുതിയ കണ്ടെയ്നർ മൊഡ്യൂളിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പുതിയ ചെക്ക് പോസ്റ്റ് അതിർത്തി കടന്നുള്ള ലഹരിക്കടത്ത് തടയാൻ സഹായകമാകുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 30-ന്. തുടർച്ചയായി 3ാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റ ശേഷം പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത്തിന്റെ ആദ്യ പതിപ്പായിരിക്കും ഇത്. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ബലിപെരുന്നാൾ ആഘോഷിച്ച് വിശ്വാസികൾ. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് ഓരോ ബലിപെരുന്നാളും. ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ ജുമാ മസ്ജിദ്, ഫത്തേപുരി മസ്ജിദ്, ഷാഹി ഈദ്ഗാഹ് എന്നിവിടങ്ങളിൽ പ്രധാന പ്രാർത്ഥനകൾ നടന്നു. കേരളത്തിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. മക്കയിലെ ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തി കൂടിയാണ് ഈദുൽ അസ്ഹ എന്നറിയപ്പെടുന്ന ബലിപെരുന്നാൾ. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശി സിബിൻ T എബ്രഹാമിന്റെയും കോന്നി സ്വദേശി സജു വർഗീസിന്റെയും സംസ്കാരം നടന്നു. കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ 2 ഇടങ്ങളിലുമെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ആന്റോ ആന്റണി MP ഉൾപ്പെടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തീപിടുത്തത്തിൽ മരണമടഞ്ഞ ചെങ്ങന്നൂരിലെ മാത്യു തോമസിന്റെ വസതിയും ശ്രീ ജോർജ് കുര്യൻ സന്ദർശിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.